ശ്രീ രമേശ് ചെന്നിത്തല, അങ്ങ് ലീഡർ കെ കരുണാകരൻ തുടർന്ന് വന്ന ആ ഒരു പതിവിലേക്ക് എത്തുകയായിരുന്നു. അങ്ങ് ഗുരുവായൂരിൽ ഒരു പൊതുപരിപാടിയിൽ ഒരിക്കൽ പ്രഖ്യാപിച്ച് ഞാൻ ഓർക്കുന്നുണ്ട്, എല്ലാ മലയാള മാസവും 1-ാം തീയതി ഞാൻ ഗുരുവായൂരിൽ എത്തും, ഗുരുവായൂരപ്പനെ കാണുമെന്ന്. അപ്പോൾ ആ പതിവ് ഇങ്ങനെ തുടരുകയാണ്. ഇന്ന് ഇപ്പോൾ മേടം 1 വിഷുപ്പുലരിയിലും ആ പതിവ് താങ്കൾ അവിടെ ആ പതിവോടുകൂടി അവിടെ എത്തിയെന്ന് അറിഞ്ഞതിൽ സന്തോഷം. ഗുരുവായൂരപ്പന് മുന്നിൽ എന്താണ് പ്രാർത്ഥിച്ചത്, വെളിപ്പെടുത്താൻ പറ്റുമോ? ഗുരുവായൂരപ്പനെ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ അദ്ദേഹം അനുവദിക്കാതെ നമുക്ക് വരാൻ കഴിയില്ല. കഴിഞ്ഞ 3 വർഷമായി എല്ലാ മലയാള മാസവും 1-ാം തീയതി ഞാനിവിടെ വരുന്നുണ്ട്. അത് ആത്മസംതൃപ്തിക്ക് വേണ്ടിയിട്ടാണ്. ഭഗവാന്റെ സന്നിധിയിൽ സർവവും സമർപ്പിക്കുക എന്നുള്ള ലക്ഷ്യമാണ്. ഇത്തവണയും വിഷുവിനും അതാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. എല്ലാ മനുഷ്യർക്ക് സമാധാനമുണ്ടാകാനും നമ്മുടെ സമൂഹത്തിന് മൊത്തത്തിൽ ഐശ്വര്യമുണ്ടാകാനും വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ് നടത്തുന്നത്. വ്യക്തിപരമായ പ്രാർത്ഥനയേക്കാൾ കൂടുതൽ സമൂഹത്തിൻ്റെ മൊത്തം നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ് എപ്പോഴും ഞാൻ കാണുന്നത്. ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നാണല്ലോ. നമ്മൾ ലോകം മുഴുവൻ സമാധാനം, സുഖം, സന്തോഷം എല്ലാം ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് ഇപ്പോഴത്തെ സമകാലിക സാഹചര്യങ്ങൾ എന്ന് പറയുന്നത്, അതെ, അപ്പം നമുക്ക് സന്തോഷം കിട്ടും. മുടങ്ങാതെ എല്ലാ മലയാള മാസം 1-ാം തീയതി വരിക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ഭാഗ്യമാണ്. ഗുരുവായൂരപ്പനെ കണ്ടിട്ട് ഒരു മാസം നമ്മുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു എന്ന് പറയുന്നത് വലിയ ഭാഗ്യമാണ്. അതുകൊണ്ട് കണ്ണൻ്റെ സന്നിധിയിലെത്തി വിഷുക്കണി തൊഴാൻ കഴിഞ്ഞു എന്നത് ഒരു വലിയ ഭാഗ്യമായി ഞാൻ കണക്കാക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എല്ലാ മലയാളികൾക്കും വിഷുപ്പുലരിയിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചത്.